നമസ്കാരം. എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ 2 വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓണ വിഭവങ്ങൾ 2 എണ്ണം. എല്ലാവരും വായോ, നമുക്ക് കാണാം. ഇത് ഞാൻ 2 ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 2 തരം കാളനാണ്. ഒന്ന് കുറുക്ക് കാളനും ഒന്ന് പഴം കാളനും. അതിന് വേണ്ടി ഞാൻ 2 ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലോട്ട് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പഴം കാളന് വേണ്ടി ഞാൻ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കുറുക്ക് കാളന് വേണ്ടി ഒരു കഷ്ണം ചേനയും ഒരു പച്ചക്കായും ആണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് 2ഉം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ 2നകത്ത് നമുക്ക് ഒരല്പം ഈ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുകൂടാതെ അല്പം പൊടികളും ചേർക്കണം. പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരല്പം മുളക് പൊടി, 2നകത്തും മുളക് പൊടി വേണം. അതുപോലെ 2നകത്തും മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഒരല്പം കുരുമുളക് പൊടി ഈ കുറുക്ക് കാളന് മാത്രം. പഴം കാളന് കുരുമുളക് പൊടി വേണ്ട. പിന്നെ 2നകത്തും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇനിയും 2നകത്തും കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ 2 ചട്ടിയും മൂടി വെച്ച് വേവിക്കാം. കഷ്ണങ്ങൾ വേവിക്കാം. കഷ്ണങ്ങളൊക്കെ തിളച്ചു. പക്ഷെ കഷ്ണങ്ങളിൽ ചേനയ്ക്കല്പം വേവ് കൂടുതലാണ്. അതുകൊണ്ട് അത് വെന്തിട്ടില്ല. പഴം പിന്നെ പെട്ടെന്ന് വേവും, നമുക്കറിയാം. പിന്നെ ഇതിന് 2നും ഒരല്പം ശർക്കര വീതം ഞാൻ ചേർക്കാറുണ്ട്. നിങ്ങൾ ചേർക്കുമെന്ന് അറിഞ്ഞുകൂടാ. അല്പം ശർക്കര ഇട്ടാൽ ആ പുളിയും എരിവും മധുരവും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഒരുപാട് മധുരം അറിയാനും മാത്രം ഇടരുത്. പിന്നെ ഇതിനൊരു അരപ്പ് വേണം. അതിന് 2നും കൂടെ ഒരുമിച്ച് അരയ്ക്കാം. അതിനുവേണ്ടി ഞാനൊരു 3-4 പിടി തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിരിക്കുകയാണ്. 1 സ്പൂൺ ജീരകവും. അത് മാത്രം മതി. അത് നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. ശർക്കരയും ചേർത്തിട്ടുണ്ട്. ഈ പഴം നല്ലോണം വെന്തു. ചേനയും ഒക്കെ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി ആ ചൂടിനിരുന്ന് വെന്തോളും. ഈ അരപ്പ് അരച്ച് കൊണ്ടുവന്നു. ഈ അരപ്പ് പകുതി വീതം 2 ചട്ടിയിലും പകുതി വീതം ഇട്ട് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി നമുക്കൊരല്പം വെള്ളം ഈ പഴം കാളനകത്ത് ഒഴിച്ചു കൊടുക്കാം. മറ്റേതിനകത്ത് വെള്ളം കുറച്ച് മതി. കുറുക്ക് കാളൻ നല്ല കുറുകിയിരിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ അതിൽ വെള്ളം കൂടുതലാണ്. അതിനിയും കുറേ സമയം കൂടെ കിടന്ന് അതിനകത്തെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കേണ്ടതാണ്. ഇനി ഒന്ന് ചൂടായാൽ മതി. ഒരുപാട് കിടന്ന് തിളയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് കഴിയുമ്പോൾ നമുക്കിത് താളിക്കണം. പിന്നെ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. തൈര് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് 2ലും ഒഴിക്കാൻ. തൈര് എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മിക്സിയിൽ അടിക്കരുത്. മിക്സിയിൽ അടിച്ചാൽ ഇത് വല്ലാതെ അങ്ങ് നീണ്ടുപോകും. അപ്പോൾ ഇത് നമ്മളൊരു ഫോർക്ക് വെച്ച് ഉടച്ച് അതിനകത്തെ കട്ടയൊക്കെ ഉടച്ച് സോഫ്റ്റാക്കി എടുക്കണം. എന്നിട്ട് അത് പപ്പാതി ഒഴിച്ചു കൊടുക്കുക. ഇതിനൊക്കെ നമ്മൾ മൺചട്ടി തന്നെ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കൽച്ചട്ടി നല്ലതാണ്. കൽച്ചട്ടിയിൽ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും.
പിന്നെ ആ ജലാംശമൊക്കെ വറ്റും. മൺചട്ടി ആകുമ്പോൾ ജലാംശമൊക്കെ വലിഞ്ഞ് ഒന്നുകൂടെ ഇരുന്ന് കുറുകും. ഇനി നമ്മുടെ ഈ കുറുക്ക് കാളന് കുറച്ച് നീണ്ടുപോയി, അത് ഒന്നുകൂടെ വറ്റിക്കണം. പക്ഷേ ഇപ്പോൾ അത് കാണിക്കാൻ നിന്നാൽ ഒരുപാട് ടൈം പോകും, വീഡിയോ ലെങ്ത് കൂടും. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് താളിക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞ് അത് വെച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ താളിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കടുക് ഇട്ടു. കടുക് പൊട്ടിയപ്പോൾ കറിവേപ്പില ഇട്ടു. പക്ഷേ മുളകിടാൻ മറന്നുപോയി. 2-3 വറ്റൽ മുളകും കൂടി ഇട്ടു. മുളക് ആദ്യം ഇടേണ്ടതായിരുന്നു. ഏതായാലും ഒന്ന് മൂപ്പിച്ച് എടുത്ത് അതൊഴിക്കാം. അത് നമ്മുടെ കുറുക്ക് കാളനിലോട്ട് ഒഴിച്ചു. ഇനിയും ചീനച്ചട്ടി വെച്ച് വീണ്ടും അടുത്തതും അതുപോലെ തന്നെ ഒന്ന് താളിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങളെല്ലാവരും ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെ എല്ലാവരുടെയും ഒരു പ്രോത്സാഹനം തരിക. അതിനിടയ്ക്ക് സ്റ്റൗ ഓഫായിപ്പോയി. ഇത് നമ്മുടെ ഓണം അനുബന്ധിച്ചുള്ള വിഭവങ്ങളാണ് ഞാൻ ഈ ആഴ്ച മുഴുവൻ കാണിച്ചത്. അപ്പോൾ ഇനിയുണ്ട്, കുറേ കൂടെ കാണിക്കാനുണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതൊക്കെ വീട്ടിൽ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഒക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പോൾ ഇതൊക്കെ ആരും മെനക്കെട്ടുണ്ടാക്കുന്നു. എന്നാലും എനിക്ക് പഴംകാളൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുണ്ടെങ്കിൽ എനിക്ക് അത് മാത്രം മതി ചോറ് കഴിക്കാൻ. അതിൻ്റെ ഒരു നേരിയ മധുരവും ആ പുളിയൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിനും നമ്മൾ താളിച്ചൊഴിച്ചു. അങ്ങനെ 2 പഴംകാളനും കുറുക്ക് കാളനും റെഡിയായി കഴിഞ്ഞു. കുറുക്ക് കാളൻ പക്ഷേ ഇനി അല്പം കൂടെ ഒന്ന് വറ്റിച്ച് അടുപ്പേ വെച്ച് ഒന്നുകൂടെ ചെറു തീയിലിട്ട് ഒന്നുകൂടെ വറ്റിച്ചെടുക്കും. പിന്നെ ഇത് എല്ലാവർക്കും താങ്ക് യു.